ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇവരിൽ ആര് വിന്നർ ആകണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് 91% ആൾക്കാരും ഇട്ടിരുന്നത് ജിൻഡോയാണ് വിന്നർ ആകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 5% മാത്രമാണ് ജാസ്മിൻ. അതോടൊപ്പം തന്നെ അർജുന് വെറും 4% ആൾക്കാരാണ്. അതുപോലെ തന്നെ അഭിഷേകിനും വിട്ടിരുന്നു. അഭിഷേകിനും അത്രയൊക്കെ ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുക, 28,000 പേരോളം വോട്ട് ചെയ്ത ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തേക്കുന്നത് ജിൻഡോയ്ക്കാണ്. അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരിക്കലും വോട്ട് കയറ്റി അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ കൃത്യമായിട്ട് വോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് യൂട്യൂബിന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ജിൻഡോയാണ്. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒഫീഷ്യൽ പേജിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ അർജുനെ അടിച്ചങ്ങ് വിട്ടേക്കുവാണ്. അർജുന് വേണ്ട ലൈക്കും അർജുന് വേണ്ടതൊക്കെ അങ്ങ് ബോട്ട് രൂപത്തിൽ അങ്ങ് കൊടുത്ത് വിട്ടേക്കുകയാണ്. അതോടൊപ്പം തന്നെ അർജുനെയും ജാസ്മിനെയും വിജയിപ്പിക്കാൻ എല്ലാ പണികളും അവർ നോക്കും. ഇപ്പൊ തന്നെ കൊടുത്തിരിക്കുന്ന കൊലയാളി ടാസ്ക് പോലും അവരെ രണ്ടുപേരെയുമാണ് മെയിൻ കഥാപാത്രങ്ങളാക്കിയിരിക്കുന്നത്. കൊലയാളിയും അതോടൊപ്പം തന്നെ കൊലയാളിയുടെ കൂട്ടാളിയും. അങ്ങനെ തുടങ്ങി അവരെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കാണ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അതോടൊപ്പം തന്നെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ വിജയിക്കണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പോളിട്ട് എടുത്താൽ തന്നെ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയിലായി പോളിംഗ് വരുന്നത്. പക്ഷെങ്കിൽ ഒഫീഷ്യലായിട്ട് വരുന്നതിൻ്റെ അകത്ത് ഇവിടെ അർജുൻ മുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. എന്തുകൊണ്ടും ജിൻഡോ തന്നെയാണ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. കാരണം നിറത്തിന്റെ പേരിൽ വരെ ആ പുള്ളിയെ അധിക്ഷേപിച്ച ആൾക്കാരാണ് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞത്. കറുത്ത മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളാണ്. ഈ ജിൻഡോ വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു വിജയം തന്നെയാണ്. കാരണം കറുത്ത മനുഷ്യർക്ക് ഇവിടെ വിജയിക്കണ്ടേ? എല്ലാം എന്തോ വെളുത്തവർക്ക് മാത്രം അങ്ങ് ജീവിച്ചാൽ മതിയോ? അത് പറ്റത്തില്ലല്ലോ. കറുത്തവനും വിജയിക്കണം. കറുത്തവനും എന്താണെന്ന് കാണണം. എന്താ കുഴപ്പം? ഈ പറയുന്ന ജാസ്മിന് വിജയിച്ചാൽ മതിയോ? എന്താ ജിൻഡോയുടെ കളറിന് എന്താണ് കുഴപ്പം? അഭിഷേക് ചോദിച്ച പോലെ അഭിഷേക് ജയദീപ് എന്താ ചോദിച്ചേ? നീ ബ്യൂട്ടി ബ്ലോഗർ ആയിരിക്കെ നീ ഈ നിറത്തെക്കുറിച്ച് നല്ലത് പറയുന്ന നീ എന്തിനാണ് ജിൻഡോയെ കറുത്ത മത്സ്യകന്യകൻ എന്ന് വിളിച്ചത് എന്ന് അവൻ ചോദിച്ച കാര്യമാണ്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വോട്ടുകൾ കറക്റ്റ് വ്യക്തിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും